ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനിന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ വൈകാതെ വരുത്തേണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചേകനീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈബണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ളാഭരണങ്ങൾ പോലെ വിപ്രാദി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം സീമാന്ത
പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തദാനങ്ങളും ചെയ്തിതു നരവരൻ. കാമാന്തദാനങ്ങളും ചെയ്തിതു നരവരൻ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം ശാന്തി. നമ്മളിന്ന് രാമായണത്തിൻ്റെ യാത്രയിലെ 4ാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ്. അയോധ്യ നഗരിയിലെ രാമൻ്റെ ജന്മത്തിന് ആധാരമാകുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന യജ്ഞം നടക്കുന്നതായിരിക്കുന്നൊരു സന്ദർഭം. അയോധ്യ നഗരിയിൽ രാജാവും റാണിമാരും പുത്രനില്ലാത്ത വിഷമത്തിൽ വിഷമിക്കുന്നതും രാജഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ഇതിന് ഞാൻ എന്ത് ചെയ്യണം എന്നൊരു പോംവഴി ആരായേ. വിഷമിക്കാതിരിക്കൂ, താങ്കൾക്ക് 4 പുത്രന്മാർ എന്തായാലും ജനിക്കൂ എന്നും അതിന് വേണ്ടതായിരിക്കുന്ന കാര്യമായിക്കൊണ്ട് പുത്രകാമേഷ്ടി നടത്തിയാൽ മതി, അതിലൂടെ 4 പുത്രന്മാർക്ക് എന്തായാലും താങ്കൾ ഉണ്ടാകും എന്ന് വസിഷ്ഠ മഹർഷി സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ പാരായണത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. അങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി നടത്താൻ വേണ്ടിക്കൊണ്ട് ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ വളരെ അധികം പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതുള്ളത്, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാലാണ് അല്ലെങ്കിൽ ഋഷിമുനിവര്യന്മാരുടെ സാന്നിധ്യത്തിലാണ് സാധാരണ യജ്ഞങ്ങളൊക്കെ നടത്താറ്. അതേസമയം ഒരു ശ്രേഷ്ഠമായ പുത്രൻ്റെ ആഗമനത്തിന് വേണ്ടി ഒരു യജ്ഞം രചിക്കേണ്ട സമയം വന്നപ്പോൾ ബ്രഹ്മചാരിയായിരിക്കുന്ന ഋഷ്യശൃംഗനെ തന്നെ കൊണ്ടുവരേണ്ടതായി വന്നു. മുന്നും ഒരു സന്ദർഭത്തിൽ പുരാണത്തിൽ മഴയില്ലാത്ത നാട്ടിൽ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന കഥ അതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ബ്രഹ്മചര്യവും തപസ്സും കൂടിച്ചേരുമ്പോൾ അതിൻ്റെ ശക്തിയിൽ നിന്ന് ഏത് അത്ഭുതവും സംഭവിക്കും എന്ന് രാമായണത്തിൻ്റെ തന്നെ ഈ സന്ദർഭം ഉപയോഗിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പം അതുകൊണ്ട് ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയുള്ളതായിരിക്കുന്ന ഋഷ്യശൃംഗനെ തൻ്റെ സാമ്രാജ്യത്തിലേക്ക് സർവ്വ ആദരവുകളോടുകൂടിയും വിളിച്ചു വരുത്തി യജ്ഞം നടത്തുകയും ചെയ്തു. ഇപ്പോൾ പ്രത്യേകിച്ച് രാമായണത്തിൽ പാരായണത്തിൽ എടുത്തു പറഞ്ഞൊരു വരി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഋഷ്യശൃംഗനാൽ സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആഹുതിയിൽ സംതൃപ്തരായിരിക്കുന്ന ദേവതമാർ. കണ്ടോ, ഞാൻ എന്തുകൊണ്ട് ഋഷ്യശൃംഗൻ്റെ ഇത്രയും പ്രാധാന്യം പറയാൻ കാരണം, എല്ലാവരും ഒരു യജ്ഞം നടക്കുമ്പോൾ ഋഷ്യശൃംഗൻ മാത്രമല്ലല്ലോ ആഹുതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷിയുടെ ഡയറക്ഷനിൽ ഋഷിമുനിമാരുണ്ട്, ആഹുതി എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരുടെ ആഹുതിയിലാണ് സംപ്രീതനാവുന്നത്? ബ്രഹ്മചാരിയായിരിക്കുന്ന ഋഷ്യശൃംഗൻ്റെ ആഹുതിയിൽ സമർപ്പണത്തിൽ സംപ്രീതനായിക്കൊണ്ടാണ് അഗ്നിദേവൻ കയ്യിൽ അമൃതം അഥവാ പായസവും കൊണ്ട് ആ യജ്ഞത്തിൻ്റെ അഗ്നിയിൽ നിന്ന് ജനിച്ചു വരുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ജീവിതത്തിൽ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഗ്നിയിലൂടെ സമർപ്പണത്തിൽ അഗ്നിയിൽ സമർപ്പണവും ആ സമർപ്പണത്തിലൂടെ അഗ്നി നിങ്ങൾക്ക് പായസം തരുകയും ചെയ്യുമ്പോൾ അത് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് ആധാരമാവും. ഇതും രാമായണം നമുക്ക് വലിയൊരു രഹസ്യമാണ് തുറന്നു തരുന്നത് കേട്ടോ. ഒന്ന്, അഗ്നിയിൽ സമർപ്പണം. ഒരു യജ്ഞത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് നല്ലൊരു പുത്രൻ വരാൻ വേണ്ടിക്കൊണ്ട് മാതാപിതാക്കളുടെ പൂർണ്ണമായിരിക്കുന്ന സമർപ്പണം, ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടതായിരിക്കുന്ന കഷ്ടപ്പാട്, അത് ചെറുതൊന്നുമല്ല. ഒരു കുട്ടി വരാൻ വേണ്ടിക്കൊണ്ടും ഇവിടെ സമർപ്പണവും തപസ്സുമാണ് കാണിക്കുന്നത്. അഗ്നി എന്തിൻ്റെ പ്രതീകമാണ്? ഹോമം, യജ്ഞം എന്തിൻ്റെ പ്രതീകമാണ്? തപസ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഹോമം നടത്താൻ വേണ്ടിക്കൊണ്ട് അതിന് വേണ്ട സ്ഥലം ഏതെന്ന് നിശ്ചയിക്കുകയും ആ ഹോമത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളോടെ ആ സമയത്ത് ഗൃഹസ്ഥികളായിരുന്ന ദശരഥനും പത്നിമാരും അടക്കം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി യജ്ഞത്തിൻ്റെ ഭൂമിയിൽ വന്ന് താമസിക്കുകയും ആ വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടാണ് ആ യജ്ഞം നടത്തുന്നത്. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിനെ തപസ്സാക്കിക്കൊണ്ട് സമർപ്പിക്കുമ്പോഴാണ് അവിടെ അഗ്നി തപിക്കുന്നത്, അഗ്നി ജ്വലിക്കുന്നത്.
ജീവിതത്തിൽ ഏത് കാര്യം അങ്ങനെയല്ലേ? തപസ് എന്ന് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിക്കൊണ്ട് ശരീരത്തിൻ്റെ കാര്യങ്ങളെപ്പോലും മറന്നുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കണ്ടുപിടുത്തം നടത്താൻ വേണ്ടിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ സുഖങ്ങൾ എന്ന് വിചാരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും മറന്നുകൊണ്ടല്ലേ ത്യാഗം ചെയ്യുന്നത്, ആ സമർപ്പണം ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു പുതിയ കണ്ടുപിടുത്തം ഈ ലോകത്തിലേക്ക് വരുന്നത്. സമർപ്പണം എന്ന അഗ്നിയിൽ നിന്ന് ഒരു പുതിയ സന്തോഷം എന്ന കണ്ടുപിടുത്തം പുറത്തു വരുന്നു. ഇത് ആ കാലഘട്ടത്തിൽ പുത്രന്മാരുണ്ടാകാൻ വേണ്ടിക്കൊണ്ട് ചെയ്ത തപസ്. ആ തപസ്സിൽ നിന്ന്, തപസ്സിൻ്റെ ശക്തിയിലൂടെ ബ്രഹ്മചര്യം എന്നുള്ളതായിരിക്കുന്ന ആത്മാവ് അവരുടെ തപശക്തി കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അഗ്നി ജ്വലിപ്പിച്ചു. ആ തപസ്സിൻ്റെ അഗ്നിയിൽ നിന്ന് അഗ്നിയാണ് പായസം കൊണ്ടുവരുന്നത്. ജീവിതത്തിലുണ്ടല്ലോ, നിങ്ങളുടെ കർമ്മത്തിൻ്റെ അഗ്നിക്കൊപ്പം ഈശ്വരൻ പരമാത്മാവാകുന്ന അഗ്നിസ്വരൂപൻ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരും, പായസം കൊണ്ടുവരും. ആ ഒരു രഹസ്യം കൂടെ ശരിക്കും ഇവിടെ കാണിക്കുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ അഗ്നിദേവൻ കൊണ്ടുവന്നത് എന്തായിരുന്നു? പായസം. പായസം എന്ന് വെച്ചാൽ അർത്ഥം മധുരം. മധുരം എപ്പോഴും നമ്മൾ സന്തോഷമുള്ള സമയത്ത് പങ്കുവയ്ക്കുന്ന ഒരു സാധനമാണ്. എന്തെങ്കിലും ഒരു പരീക്ഷ ഒരു കുട്ടി പാസ്സായാൽ നമ്മളെല്ലാവർക്കും മിഠായി വാങ്ങിച്ചു കൊടുക്കും, സന്തോഷിക്കും. അല്ലെങ്കിൽ ലഡു വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. എപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല മുഹൂർത്തം നടക്കുന്നു, അവിടെയൊക്കെ നമുക്ക് സന്തോഷം പങ്കുവയ്ക്കാന്നാണ് എന്താ കൊടുക്കുക? മധുരം കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ജീവിതത്തിൽ വിജയത്തിൻ്റെ സന്തോഷം, കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ ഒരു വിജയം വരിക്കുന്ന സമയത്ത് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതാണ് പായസം കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് യജ്ഞം നടക്കുന്ന സമയത്ത്, യജ്ഞം എന്ന് വെച്ചാലർത്ഥം ഹാർഡ് വർക്ക് എന്നാണ് അർത്ഥം. പണ്ടത്തെ നാട്ടിൽ ഞാൻ ഓർമ്മിക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമപ്രദേശത്ത് ഈ വർഷക്കാലം വരുന്ന സമയത്ത് പലപ്പോഴും ബണ്ട് പൊട്ടിയിട്ട് കൃഷിയിടത്തിലേക്ക് നമ്മൾ കടും കൃഷി നടത്തുക എന്നൊക്കെ പറയും. അതായത് കോൽ കൃഷിയിൽ വെള്ളമൊക്കെ മോട്ടർ അടിച്ച് വറ്റിച്ച് കടലിലേക്ക് ഒഴുക്കി വിട്ടിട്ട് മഴയുടെ സഹായത്തോടുകൂടി കൃഷി ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഒഴുക്കി വിടുന്ന ചാലുകൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കൊണ്ട് അരികൊക്കെ പൊട്ടാറുണ്ട്. അങ്ങനെ എങ്ങാനും പൊട്ടുകയാണെങ്കിൽ വെള്ളം മൊത്തം കൃഷിയിടത്തിൽ വന്ന് നശിച്ചു പോകും. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവിടെ ആരും പിന്നെ വെറുതെ ഇരിക്കാറില്ല. എല്ലാവരും കൂടി ഒരു യജ്ഞം, തീവ്ര യജ്ഞ പരിപാടി എന്നതിന് പേരിടാറ്. അവിടെ കൊണ്ടുപോയി മണൽച്ചാക്ക് ഇട്ടും ചളിയിട്ട് ചവിട്ടിയും ആരും വ്യത്യസ്തരല്ല. എല്ലാ കൃഷിക്കാരും ഒത്തുചേർന്നുകൊണ്ട് അതിനൊരു തീവ്ര യജ്ഞ പരിപാടിയായിക്കൊണ്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ച് കൃഷിയെ സംരക്ഷിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഒരു കഠിനാധ്വാനം നാടിനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിന് കൊടുത്ത പേരെന്തായിരുന്നു? തീവ്രയജ്ഞ പരിപാടി. സ്വന്തം ജീവിതത്തിന് ഉദ്ധരിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും ഈ തീവ്രയജ്ഞ പരിപാടി ചെയ്തേ പറ്റൂ. മറ്റൊരാളുടെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അവനവൻ്റെ കുറ്റം നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിനെ ഇങ്ങോട്ട് എനിക്ക് ചൂണ്ടണമെന്നുണ്ടെങ്കിൽ നല്ല കഠിനാധ്വാനം അത്യാവശ്യമാണ്. അത്തരത്തിൽ കഠിനാധ്വാനത്തിലൂടെ അവനവൻ്റെ പരിവർത്തനം നടത്തിക്കൊണ്ട് ഈ വിശ്വപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിലും സന്തോഷം വരും, മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം വരും. അതുകൊണ്ട് രാജാവിൻ്റെ യജ്ഞം എന്തിനു വേണ്ടിയാണ്? സ്വന്തം ജീവിതത്തെ സുഖാക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രമല്ല, സ്വന്തം സുഖം സാധാരണ ഒരു പുത്രനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല യജ്ഞം, മഹാനായ പുത്രനെ പ്രതീക്ഷിച്ചുകൊണ്ടതായിരിക്കുന്ന യജ്ഞം. അതിൻ്റെ ഫലമായിക്കൊണ്ട് കിട്ടിയ പായസം തൻ്റെ 3 പത്നിമാർക്കും അദ്ദേഹം കൊടുത്തു. ആ 3 പത്നിമാർക്കും പായസം കൊടുത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് 3 പത്നിമാരിലൂടെ 4 പുത്രന്മാരുടെ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തു. സിസ്റ്ററെ, ദശരഥ മഹാരാജാവിന് 3 പത്നിമാരാണുള്ളത്. എന്നാൽ പായസം പങ്കുവച്ച സമയത്ത് 2 പേർക്കാണ് നൽകിയത്. ഒരു മഹാരാജാവ് 3 പത്നിമാരുള്ളതിൽ അതിൽ 2 പത്നിമാർക്ക് പായസം നൽകാൻ അതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ സിസ്റ്ററെ? വാസ്തവത്തിൽ ഇവിടെയും അതെ, രാമായണം നമ്മുടെ അടുത്ത് വേറൊരു രഹസ്യത്തെയാണ് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ദശരഥ രാജാവിൻ്റെ 3 പത്നിമാരെന്ന് പറയുന്നത് രാജാവിൻ്റെ 3 വിശേഷതകളാണ് എന്ന് കഴിഞ്ഞ ഒരു ദിവസം നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ അത് കുറച്ചും കൂടെ വിശദമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദശരഥ മഹാരാജാവിൻ്റെ 3 പത്നിമാരായിട്ട് ഈ സന്ദർഭത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ 3 വിശേഷതകളെ, അതായത് ആത്മാവിൻ്റെ 3 സൂക്ഷ്മശക്തികളെയാണ്. ദശരഥൻ എന്ന് പറയുന്നത് ഏതൊരു ജീവാത്മാവാണോ തൻ്റെ 10 ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്നത്, ആ അധികാരിയായിരിക്കുന്ന ആത്മാവിനെയാണ് ദശരഥൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ ആ ആത്മാവിൻ്റെ 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ, അതായത് ജീവാത്മാവിൻ്റെ 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്ന് പറയുന്നത്.
അപ്പോൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും, ഇന്നിപ്പോൾ നമ്മുടെ ഈ സദസ്സിലേക്ക് നിങ്ങളൊരാൾ വന്നിരിക്കണമെങ്കിൽ മനസ്സിൽ തീർച്ചയായിട്ടും നമുക്കിന്നൊരു സദസ്സുണ്ട്, നമുക്കതിൽ പോകണം, പങ്കെടുക്കണം എന്നൊരു വിചാരം വന്നിട്ടുണ്ടായിരിക്കണം. എന്നാലല്ലേ നിങ്ങളതിൽ പങ്കെടുക്കുള്ളൂ. പലരെയും ഈ സദസ്സിലേക്ക് ക്ഷണിച്ചിരുന്നു, പല ആൾക്കാരും എത്തിയിട്ടില്ല, പലരും വന്നു. അപ്പോൾ വന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും അതിന് മുന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ആ തോട്ട്സ് നിങ്ങൾക്ക് വരണം. ആ തോട്ട് വരെയും എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്നൊരു ചിന്ത വരുമ്പോൾ യെസ് അതെനിക്ക് ചെയ്യേണ്ടതാണ് എന്ന് നമ്മുടെ ഉള്ളിലൊരു ആക്സെപ്റ്റൻസ് നമുക്ക് വരണം. അപ്പോഴാണ് ആ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ആ ആക്സെപ്റ്റൻസ് അഥവാ അത് വേണം എന്ന് നിർണ്ണയിക്കാനുള്ളതായിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി, അതിൻ്റെ പേരാണ് ബുദ്ധി എന്ന് പറയുന്നത്. ചിന്താശക്തിയെ മനസ്സെന്ന് പറയും. നിർണ്ണയിക്കാനുള്ള ശക്തി അഥവാ നമ്മുടെ ചിന്തകളിൽ വേണോ വേണ്ടേ എന്ന തീരുമാനമെടുക്കുന്നതായിരിക്കുന്ന ശക്തിയാണ് നമ്മുടെ ബുദ്ധി. ഒരു കർമ്മം എങ്ങനെ പ്രാക്ടിക്കലായി നടക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തോട്ട് മനസ്സിൽ വരുന്നു, ബുദ്ധി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കി മാറ്റുന്നു. അപ്പോൾ രണ്ട് കാര്യം സൂക്ഷ്മമായി നടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഗം അത് സ്ഥൂലമായിട്ട് നടക്കണം. മനസ്സ് ആരും കാണുന്ന സാധനമല്ല, സൂക്ഷ്മമായിട്ടുള്ള സാധന. എന്നാൽ മനസ്സെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല. എൻ്റെ മനസ്സ് ഈ കാര്യം മനസ്സിലായില്ല, ഇത് മനസ്സിലായിട്ടുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടെ, എൻ്റെ മനസ്സിനൊരു സുഖമില്ല, എൻ്റെ മനസ്സൊന്ന് നല്ല സന്തോഷത്തിലാണ് പറയാറില്ലേ നമ്മൾ. മനസ്സെല്ലാവർക്കും അറിയാം, പക്ഷെ അത് സൂക്ഷ്മമായിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ മനസ്സിനെ കണ്ടിട്ടും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സെന്നതായിരിക്കുന്ന സൂക്ഷ്മശക്തി, അതിലുണ്ടാവുന്നതായിരിക്കുന്ന തോട്ട്സ്, ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ബാഹ്യലോകത്തിൻ്റെ ഒരു വിവരത്തിനെ മനസ്സ് സ്വീകരിക്കുകയും അതിനെ ചേൺ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ രണ്ടാമത്തെ ശക്തിയായിരിക്കുന്ന ബുദ്ധിക്ക് കൊടുക്കുകയും ചെയ്യും. അതാണ് തട്ടിച്ചു നോക്കുക. ഇതിങ്ങനെ ചെയ്താൽ അങ്ങനെയാവില്ലേ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ അവരത് പറയില്ലേ, ഇവരിത് പറയില്ലേ. നമ്മൾ ചിന്തിച്ച് നോക്കാലും ഒരു കാര്യം ചെയ്യും മുന്നേ ഈ വിശകലനം, ഈ കറക്കം ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ ഉള്ളിലെ ബുദ്ധിയാണ്. അതായത് ആത്മാവിൻ്റെ രണ്ടാമത്തെ ശക്തി സൂക്ഷ്മ ഇന്ദ്രിയമാണ് ബുദ്ധി. അപ്പം മനസ്സിലൊരു ചിന്ത വന്ന കാര്യം ബുദ്ധി സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാളായി. ഒന്ന് മനസ്സിൽ ആദ്യം വരും, രണ്ടാമത് ആരുടെ അടുത്തേക്ക് പോവും? ബുദ്ധിയുടെ അടുത്തേക്ക് പോവും. ഈ മനസ്സിനും ബുദ്ധിയുടെ ഇടയിൽ പോയ കാര്യം അഥവാ അത് കർമ്മത്തിൽ കൊണ്ടുവന്നു എങ്കിൽ മാത്രമാണ് അതിനൊരു പ്രഭാവം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് മറന്നങ്ങ് പോകും. നമ്മൾ കർമ്മം ചെയ്തുവെങ്കിൽ അത് ജയിച്ചാലും തോറ്റാലും നമ്മളുള്ളൊരു പ്രഭാവം ഉണ്ടാക്കും. ജയിച്ചാൽ നമുക്ക് പായസം കിട്ടും, തോറ്റുപോയാൽ നമുക്ക് വിഷമായിരിക്കും. കഷായം എന്ന് പറയാം നമുക്കല്ലേ, നേരെ ഓപ്പോസിറ്റായിട്ട് പായസത്തിൻ്റെ ഓപ്പോസിറ്റ് കഷായം, അങ്ങനെ നമുക്ക് പറയാനോ. അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് എഫക്റ്റ് എവിടെയാണ് ഉണ്ടാവുന്നത്? മനസ്സിൽ. അപ്പോൾ രാജാവിൻ്റെ 3 പത്നിമാർ ആരൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, സംസ്കാരം. അപ്പോൾ അതുകൊണ്ടാണ് രാജാവ് പായസം പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ സാമാന്യ ലോജിക് കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഒരു രാജാവിന് 3 പത്നിമാർ, 3 ആളും ഒപ്പം നിൽക്കുകയാണ്. സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും കൊടുത്തപ്പോൾ കഴിഞ്ഞു എന്ന് പറയാം. അല്ലെങ്കിൽ 2 ആളുടെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, അവർക്ക് കൂടുതൽ കൊടുത്തു എന്ന് പറയാം. അങ്ങനത്തെ ഒരു രാജാവല്ലല്ലോ ദശരഥൻ. അപ്പോൾ പിന്നെ ആദ്യത്തെ 2 പേർക്ക് കൊടുത്തപ്പോൾ അത് കഴിഞ്ഞു പോവുക, എന്നിട്ട് 2 ആളും കൂടി 3-ാമത്തെ ആൾക്ക് കൊടുക്കുക. എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രോസസ്സ് വെച്ചു? അതിനർത്ഥം മനസ്സിലേക്കാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്തു ജയിച്ചു എന്ന് കണ്ട സന്തോഷം ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക. ആ മനസ്സിലുണ്ടാവും തന്നെ പ്രഭാവം കൊണ്ട് ബുദ്ധി കൂടി നിറഞ്ഞ് എല്ലാം കൊണ്ട് നമ്മൾ പറയാം എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു തൂവുകയാണ്. നിറഞ്ഞു തൂവാൻ ചെന്താർത്ഥം എൻ്റെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും നിറഞ്ഞു, എൻ്റെ ബുദ്ധിയിലും നിറഞ്ഞു, അതിന് ഞാൻ ഫുള്ളായി എന്നർത്ഥം. അപ്പോൾ ഹാപ്പിനെസ് അതിൻ്റെ മാക്സിമത്തിൽ വന്നു. അങ്ങനെ വരുമ്പോഴാണ് ആദ്യം പായസം ആദ്യം കിട്ടിയത് മനസ്സിന്, രണ്ടാമത് കിട്ടിയത് ബുദ്ധിക്ക്. ഇവർ 2 പേരും സന്തോഷിക്കുന്നതിൻ്റെ പ്രഭാവം ഉണ്ടാവുന്നതാണ് നമ്മുടെ സംസ്കാരം, ഉപബോധ മനസ്സ്. അതായത് ഏതൊരു ഫീലിങ്ങും അത് ഇമോഷണലി വൈകാരികമായി ബന്ധപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ളിൽ പോയിട്ട് റെക്കോർഡാവും. ഉപബോധ മനസ്സിനെയാണ് സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ചിന്തിച്ചു നോക്കിയേ, മനസ്സ് ഫസ്റ്റ് ഒരു തോട്ട് ഉണ്ടാവുന്നു, അത് കാര്യം നമ്മുടെ ബുദ്ധി സ്വീകരിക്കുന്നു, അത് ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യുന്നു. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും അത് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഞാൻ ചെയ്ത കർമ്മമാണെങ്കിൽ, അതായത് ഇപ്പോൾ വേറൊരാൾ ചെയ്ത കർമ്മമാണെങ്കിൽ അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് വിട്ടേക്കും. ഞാനാണ് ആ കർമ്മം ചെയ്തതെങ്കിൽ അത് നന്നായാൽ നമുക്ക് ഭയങ്കര സന്തോഷം, മോശമായാൽ നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നത് ഞാനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ അതിൻ്റെ സന്തോഷം വരും, ബുദ്ധിയിൽ അതിൻ്റെ സന്തോഷം വരും. ഈ 2 പേരും ഫീൽ ചെയ്യുന്ന ഫീലിംഗ് പാർട്ട് നമ്മുടെ ഉള്ളിലേക്ക് റെക്കോർഡാവുകയും ചെയ്യും. സ്മൃതികളുടെ രൂപത്തിൽ, ഫയലുകളുടെ രൂപത്തിൽ ഉപബോധ മനസ്സിനുള്ളിൽ റെക്കോർഡാവും, സംസ്കാരത്തിൽ റെക്കോർഡാവും. ഇതാണ് ആത്മാവിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. മനസ്സിൽ ചിന്ത വരും,
ബുദ്ധി അതിനെ സ്വീകരിക്കും. അത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഭാവം നമ്മളുള്ളിൽ സംസ്കാരമായിട്ട് റെക്കോർഡാവും. മനസ്സ്, ബുദ്ധി, സംസ്കാരം. അപ്പോൾ പാത്തെങ്ങനെയാണ്? മനസ്സൊന്നും കുറച്ച് അങ്ങോട്ട് പോയി, ബുദ്ധിയൊന്നും കുറച്ച് അങ്ങോട്ട് പോയി, അത് രണ്ടും മൂന്നും ചേർന്ന് സംസ്കാരം അതിനെ സ്വന്തമാക്കി. സംസ്കാരം ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മളെ വീണ്ടും 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 പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് ആത്മാവിൻ്റെ ഉള്ളിലെ 3 സൂക്ഷ്മ ശക്തികളുടെ പ്രവർത്തനത്തിൻ്റെ രീതി. എല്ലാ കർമ്മവും അങ്ങനെയല്ലേ. ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ചെയ്താൽ ശരിയാവുമോ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവുമോ. ഉദാഹരണം പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നവരെ നോക്കിയാൽ മതി. ആദ്യമായിട്ട് 2 വീലറോ കാറോ എന്തോ ഓടിക്കുമ്പോൾ മുന്നിലുള്ള വണ്ടിയൊക്കെ ഇങ്ങോട്ടാണോ വരുന്നത്, നമ്മുടെ വണ്ടിക്ക് കടന്നു പോകാൻ വഴിയുണ്ടാവുമോ, എന്തൊക്കെ ചിന്ത വരും നമുക്ക്. പക്ഷേ പതിവായി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ട് സൈഡിലേക്ക് തിരിച്ചിട്ടോ തല തിരിച്ചിട്ടോ ഒക്കെ നമ്മൾ യാത്ര പറഞ്ഞിട്ടൊക്കെ പോകും. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ തല തിരിക്കുക എന്നുള്ളത് ആദ്യത്തെ പ്രാവശ്യം ചിന്തിക്കാൻ പോലും പറ്റുമോ? നേരെ നോക്കിയിട്ട് പോലും വണ്ടി ആക്സലേഷൻ കൊടുക്കാൻ പേടിയായിരിക്കും. ബിക്കോസ് സംസ്കാരമായിട്ടില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ 3 കാര്യങ്ങൾ ആത്മാവിൻ്റെ 3 സൂക്ഷ്മ ശക്തികളാണ്. ഇതാണ് ഈ സന്ദർഭത്തിൽ തൻ്റെ പത്നിമാരായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ കർമ്മത്തിലൂടെ ഒരു ഇംപ്രിൻ്റ്, ഒരു പ്രഭാവം ഉണ്ടാക്കുന്നത് പോസിറ്റീവാണെങ്കിൽ, അതുകൊണ്ടാണ് യജ്ഞത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നല്ല പുത്രനെ കിട്ടണോ നല്ല ഹാർഡ് വർക്ക് അനിവാര്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹാർഡ് വർക്കിൻ്റെ ഫലമായിക്കൊണ്ട് 3 പത്നിമാർക്ക് പായസം കൊടുത്തതായിട്ട് പറയുന്നു. അങ്ങനെ പായസം കൊടുക്കുമ്പോൾ തൻ്റെ ലൈഫിനെ പുത്രന്മാരുടെ മുന്നിൽ മോഡലായി ജീവിക്കുമ്പോൾ അത്രയും ഹാർഡ് വർക്ക് ഒരു മനുഷ്യന് ചെയ്തേ പറ്റൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മക്കളെ നന്നായിട്ട് വളർത്തണമെങ്കിൽ അച്ഛനും അമ്മയും മക്കളെയല്ല പഠിപ്പിക്കേണ്ടി വരിക, അവനവനെയാണ് പഠിപ്പിക്കേണ്ടി വരിക. കാരണം കുട്ടികൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടല്ല ചെയ്യുക. കുട്ടികൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ചെയ്യുക. നിങ്ങൾ തന്നെ വാച്ച് ചെയ്തറിയാം. നിങ്ങളുടെ വീട്ടിലൊരു പേരക്കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ അച്ഛൻ വന്നിരിക്കുന്ന അതേപോലെ കുട്ടി വന്നിരിക്കും, അമ്മ ഇരിക്കുന്ന അതേപോലെ ഇരിക്കും, അമ്മ ചെയ്യുന്ന അതേപോലെ ചെയ്യും. അതായത് പേരൻസിനെ ഫോളോ ചെയ്യാനാണ് മക്കൾക്ക് ഇഷ്ടം, പേരൻസ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ചെയ്യാനല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും തമാശയായി പറയാറുണ്ട്, ഫോൺ എടുത്തിട്ട് അച്ഛനോട് ഇല്ല എന്ന് പറഞ്ഞു മോളെ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ട്, മോളെ നീ ഒരിക്കലും കളവ് പറയരുത് അച്ഛൻ പറഞ്ഞു കൊടുത്താൽ കുട്ടി സ്വീകരിക്കില്ല. കുട്ടി എന്താ പഠിക്കുക? അവസരത്തിനൊത്ത് പറയാം, കുഴപ്പമില്ല. ഇതല്ലേ കുട്ടി കൊടുക്കുന്ന പാഠം. അതുകൊണ്ട് വാല്യൂസ് ആദ്യം സ്വന്തം ലൈഫിൽ കൊണ്ടുവരണം. അതാണ് ഹാർഡ് വർക്ക്, അതാണ് യജ്ഞം. അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ സത്യത്തിനെ വ്രതമായി കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ ഒക്കെ ഞാൻ പറയുന്നത് അങ്ങനെ അനുസരിക്കുമായിരുന്നു. പക്ഷേ വലുതായപ്പോണ്ടല്ലോ അവൻ എല്ലാത്തിനും അവൻ്റെതായിട്ടൊരു വഴി കണ്ടെത്തും, ഒരു യുക്തി കണ്ടെത്തും. മനസ്സിലാക്കുകയില്ല, അവരവരെ വഴിക്കായി. നമുക്ക് അവരെ മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? കാരണം നിങ്ങളുടെ കർമ്മത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുത്തത് വേറൊന്ന്, പറഞ്ഞു കൊടുത്തത് വേറൊന്ന്. കുട്ടിയായിരുന്നപ്പോൾ അവന് അവൻ്റെതായിട്ടുള്ള രീതിയിലൊരു സംസ്കാരം ഡെവലപ്പായില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് അവൻ കുറേയൊക്കെ അനുസരിച്ചു. കുറച്ച് വലുതായപ്പോൾ അവൻ്റെ സംസ്കാരം ഡെവലപ്പായി. 13 വയസ്സ് കഴിഞ്ഞ് നാച്ചുറലി കുട്ടികളുടെ സംസ്കാരം പ്രൊജക്റ്റഡ് ആവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളോട് സത്യസന്ധരായിരിക്കണോ, നിങ്ങളടുത്ത് ഓപ്പൺ ആയിരിക്കണോ, നിങ്ങളടുത്ത് ക്ലീൻ ആയിരിക്കണോ, ക്ലിയർ ആയിരിക്കണോ. നിങ്ങൾ സ്വയം അവനവനോട് ക്ലീനാവൂ, ക്ലിയർ ആവൂ, സത്യസന്ധരാവും. അങ്ങനെ ആ സത്യതേന ലൈഫിൽ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തും സത്യസന്ധരാകും. ആ ഒരു ഹാർഡ് വർക്ക്, ആ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ശ്രേഷ്ഠപുത്രന്മാരെന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സിസ്റ്റർ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ കാലഘട്ടത്തിൽ സത്യത്തെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? കുറച്ച് റിസ്ക്കാണ്, അത്ര ഈസി ഒന്നുമല്ല. കാരണം കാലഘട്ടം അങ്ങനെയാണ്. ആരാണോ അസത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അവരെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയോ, രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന തുടക്കം തന്നെ എവിടെ നിന്നാണെന്നറിയോ? താതൻ്റെ സത്യം പരിപാലിക്കാൻ. അതായത് അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടിക്കൊണ്ട് തൻ്റെ സാമ്രാജ്യവും സുഖവും ഉപേക്ഷിച്ചു പോയ ആൾ രാമൻ. അവസാനം പട്ടാഭിഷേകം രാമനും സീതയുടെയും അയോധ്യ ചക്രവർത്തിയായിട്ട് അയോധ്യയിലെ ദശരഥ മഹാരാജാവ് രാജ്യം ഭരിച്ചതിൻ്റെ 10 ഇരട്ടി വികാസത്തോട് കൂടുതലായിട്ടുള്ള ഒരു രാജ്യമാണ് ഭരതൻ രാമൻ്റെ മുന്നിൽ കാഴ്ചവെച്ചത്. അവസാനം സുഖാർക്ക് കിട്ടി, രാമന് കിട്ടി. അതേസമയം തൻ്റെ മകന് വേണ്ടിക്കൊണ്ട് സൂത്രത്തിലൂടെ രാജാവാക്കാൻ ശ്രമിച്ച ആൾ കൈകേയിയുടെ അവസാനം വരെ സങ്കടവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ തിന്മയുടെ മാർഗത്തിൽ പോകുമ്പോൾ, അസത്യത്തിൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ തൽക്കാല ജയം അത് നിങ്ങൾക്കുണ്ടാവും. അത് കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ആദ്യം സങ്കടം,
പിന്നീട് സദാകാല മധുരം, അല്ലെങ്കിൽ അല്പകാല സുഖം സദാകാല ദുഃഖം. അപ്പോൾ നമ്മുടെ ലൈഫിൽ പ്രിൻസിപ്പിൾ എന്താക്കണം? നമ്മൾ സദാകാല സുഖം വേണോ, സദാകാല ദുഃഖം വേണോ? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്തേ പറ്റൂ? കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സത്യത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കൂ, വാല്യൂസിൻ്റെ മോഡലാകൂ. എങ്കിൽ തീർച്ചയായിട്ടും സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി മാറും. ഇത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ, ഇങ്ങനൊരു സന്ദർഭത്തിലൂടെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നത്. ഓം ശാന്തി. മനസ്സിലായില്ലേ ബൈ? ഓം ശാന്തി.